അന്ന് നമ്മൾ അഗസ്ത്യൂടത്തിൽ കിടന്നപ്പോഴേ മുഖം മൂടിയിട്ട് ഒരുത്തം വന്നില്ലേ? അത് അവനായിരിക്കും, ആ മാർക്കോ. അവനെ തല്ലിക്കൊല്ലാതെ ലക്ഷ്മിയുടെയും കണ്ണന്റെയും കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രതാപ. ഇനി തിരിച്ച് നമ്മളെയൊക്കെ അവർ തല്ലിക്കൊല്ലാതിരുന്നാ കൊള്ളാം. ഇപ്പൊ തന്നെ നല്ല ഭീഷണി ഉണ്ടല്ലോ. ഒരു ഭാര്യ വന്നതോടെ എല്ലാം അവരിൽ അർപ്പിച്ച് ജീവിക്കുന്ന എന്റെ ഏട്ടനോട് എനിക്ക് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. ഒരവസരം വന്നാ ഇനി ബന്ധോ സ്വന്തോ ഒന്നുമില്ല. അയാളുടെ നെഞ്ചത്ത് ആദ്യ താണി തറയ്ക്കുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും. എടാ, ഇങ്ങനെ പറഞ്ഞാ പോരടാ, ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. കണ്ണനെയോ മഹാലക്ഷ്മിയോ നീ പുകച്ച് കളയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുത്ത് ഞാൻ വേണമെങ്കിൽ ജയിലിൽ പോയി കിടക്കാനും തയ്യാറാ. പക്ഷേ അവനും അവക്കും ഇനി ആയുസ് നീട്ടി കൊടുക്കരുത്. നീ അങ്ങോട്ട് വരുന്നോ അതോടെ നിൽക്കുന്നോ കരണേ? എപ്പോഴായാലും വരണ്ടേ? ഇവിടെ നിന്നാലും അവളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഇവിടെ ഉണ്ടല്ലോ. എന്റെ അമ്മയെന്ന് പറയുന്ന ഒരാള്. അതുകൊണ്ടാ മോളെ ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് ചോദിച്ചത്. ഇല്ല മുത്തശ്ശി, കമലേശ്വരത്തെ വല്യേട്ടനും അയാളുടെ പ്രിയപ്പെട്ട കെട്ടിയോളും കൂടി ഞങ്ങൾ ഇറക്കി വിടുന്നെങ്കിൽ ഇറക്കി വിടട്ടെ. രണ്ടും കൽപ്പിച്ച ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. വാ ഉണ്ണിയേട്ടാ. അതെ, അങ്ങനെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. അയലത്തുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അമ്മയുടെ വീട് ഒഴിഞ്ഞിടക്കുക, അവിടെ പോയി താമസിക്കാൻ രണ്ടുപേർക്കും. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. വാ കരണേ. അവനെ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ അവന്റെ മോന്തയ്ക്ക് നോക്കിയിരുന്നാ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് വലിയ അക്കടിയാ പറ്റിപ്പോയത് പ്രതാപ. ഇനി പറഞ്ഞിട്ടുണ്ടാ കാര്യം. എന്റെ ദൈവമേ. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഇനി എന്നെ നിനക്ക് നഷ്ടപ്പെടുവടാ ഒരു ദിവസം. ഇവിടെ ഉണ്ടായിരുന്നോ? കാണേണ്ടവരെയൊക്കെ കണ്ടോ? ഒന്ന് പയ്യെ പറ, അവര് മുകളിലുണ്ട്. സത്യം പറയാലോ, നിങ്ങളെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല. കഴുതയെന്നോ കോവർ കഴുതയെന്നോ വിളിക്കാം. അതൊക്കെ നാണക്കേടാണെങ്കിലേ കുറുക്കനെന്ന് വിളിച്ചാലും കുഴപ്പമില്ല, രണ്ടും ചേരും. കോമഡി പറയാൻ പറ്റിയ സമയമല്ലേ? എല്ലാം കഴിഞ്ഞു നിൽക്കുക ഞാൻ. അവിടെ മന്ത്രവാദം പൂജയൊക്കെ നടക്കുന്ന സമയത്താ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നത്. അവസാനം മരിച്ചയാള് മന്ത്രവാദ കളത്തിലേക്ക് വന്നു അല്ലേ? അതെ, വന്നു. അതോടെ മന്ത്രവാദിയുടെ സിദ്ധി നഷ്ടപ്പെട്ടു.